ശ്രീ വസന്ത് സറിയൊക്കെ കാര്യം എല്ലാവർക്കും മനസ്സിലാവും. കാര്യം എന്താണ്? നമ്മുടെ പണമില്ല, നമുക്ക് പണം വേണം. ശരി. ഇനി ഫണ്ടില്ലാത്തതിന് ഈ പറയുന്ന വി ഡി സതീശൻ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് പാഷനുള്ളൊരു മേഖലയാണ്. ഈ പറയുന്ന നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കും, അതിൻ്റെ വഴികൾ കൂടുതൽ സുതാര്യമാക്കും. ഈ പറയുന്ന എന്താണ്, തേനീച്ച പൂവിൽ നിന്നും തേൻ കുടിക്കുന്നവർ ആരും അറിയാതെ നികുതി എടുക്കും, അങ്ങനെ ഖജനാവ് സമ്പന്നമാക്കും എന്നൊക്കെയുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരത്തിലേക്ക് വന്നപ്പോഴേക്കും ഖജനാവിൽ പണം നിറയണം, അതിന് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണം, അതിന് PM ശ്രീ വഴി കിട്ടുന്ന ഫണ്ട് കിട്ടണം, കാശ് വരണം. സാധാ സീതാ നടപടികൾ മാത്രമാണ് ധനവരവിന്, എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല ഇതൊന്നും. അല്ലല്ലോ ശ്രീ ഹാഷ്മി, അങ്ങേക്ക് ഉത്തരം പറയാം. അതിന് മുമ്പ് ശ്രീ ഗോപൻ തെറ്റിദ്ധരിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇടപെടാതിരുന്നത് അദ്ദേഹം ഇടപെട്ടാൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഒളിച്ചോടും എന്നതുകൊണ്ടാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പോകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് ബഡ്ജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ നാളെ ബർക്കാടി അടക്കമുള്ളവർ കോടതിയിൽ പോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ശ്രീ ഗോപൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. ഭരണഘടനയുടെ 202 വകുപ്പാണ് സംസ്ഥാന ബഡ്ജറ്റുകളെ പറ്റി പറയുന്നത്. അതിന്റെ സബ്സെക്ഷനിൽ വളരെ കൃത്യമായി ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസലാണെന്നും ആ പ്രൊപ്പോസലിന് സാങ്ഷൻ ഉണ്ടാവണമെങ്കിൽ, ലീഗൽ സാങ്ഷൻ ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് ഓർഡറുകളും ഗവൺമെന്റ് ഡിസിഷനുകളും അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ലെവലിൽ എടുക്കേണ്ടതുണ്ട് എന്നും കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 2022 ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന പ്രൊപ്പോസൽ മുമ്പോട്ട് വെച്ച ശേഷവും ഗവൺമെന്റ് ഓർഡർ നമ്പർ 18/2022 പരാമർശം 1 മുതൽ 5 വരെയും 25ാമത്തെ പോയിന്റായും നിങ്ങൾക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യത്തെ പറ്റി ഗവൺമെന്റ് ഓർഡറായി മദ്യനയം പുറത്തു കൊണ്ടുവരേണ്ടി വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിലൊരു പ്രൊപ്പോസൽ വെച്ചു, ബഡ്ജറ്റിലൊരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ വെച്ചു എന്ന് പറഞ്ഞ് സർക്കാരിന് അതിന് വിരുദ്ധമായോ അല്ലെങ്കിൽ അത് വേണ്ട, അത് വിൽക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് ഓർഡറായി പുറത്തു വരാൻ പോകുന്ന സർക്കാരിന്റെ അബ്കാരി പോളിസിയിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് ശുദ്ധ നുണയാണ്, അത് തെറ്റുമാണ്. അതുകൊണ്ട് സർക്കാരിന്റെ അബ്കാരി പോളിസി വെളിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 1. 2, അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത് എത്ര കിട്ടിയെന്നാണ്. അത് ഇവർ കുറേ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ മദ്യം ഉപയോഗിക്കുന്ന ആളല്ല, ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ബെക്കാടി എന്നുള്ള പേരും മറ്റുള്ള പേരുകളും ഒക്കെ കിട്ടുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് CPM-ന് ബെക്കാടി എന്ന പേര് കിട്ടുന്നു. ബെക്കാടിയുടെ കമ്പനിയുടെ ഓണറിൻ്റെയും അതിൻ്റെ തലോട്ടപ്പൻ്റെ അടക്കം പേര് ഇവർ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ കൃത്യമായി CM അതിൻ്റെ നാൾ വഴികൾ പറഞ്ഞു കഴിഞ്ഞു നിയമസഭയിൽ. ആദ്യം ഈ ബെക്കാടിയുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നതും സംസാരിക്കുന്നതും മന്ത്രിസഭാ യോഗത്തിലും പിന്നീട് നിയമസഭയിലും സംസാരിക്കുന്നത് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി അന്നത്തെ അബ്കാരി മന്ത്രിയുമായിട്ടുണ്ടായിരുന്ന ഗോവിന്ദൻ മാസ്റ്ററാണ്. രണ്ടാമത് ഈ പറയുന്ന MP രാജേഷ് അടക്കമുള്ളവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫോറിൻ അബ്കാരി പോളിസിയിൽ എന്തിനാണ് അമെൻമെന്റ് LDF ഗവൺമെന്റ് വരുത്തിയത് എന്ന അടക്കമുള്ള ചോദ്യമുണ്ട്. അപ്പോൾ കൈ കഴിയിട്ട് അയ്യോ ഞങ്ങളെല്ലാം ഒന്നും അറിഞ്ഞില്ലേ, ഞങ്ങളെല്ലാം ആട്ടിൻകുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ നൈർമല്യതയുള്ള പാവം കുഞ്ഞാടുകളാണ് എന്ന രീതിയിൽ വർത്തമാനം പറയുന്നത് ശരിയല്ല. ഇനിയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാ LDF ഗവൺമെന്റ് എടുത്ത് തീരുമാനമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് അത് തുടരുകയാണ് എന്ന നിലപാടെടുത്ത് ഈ UDF ഗവൺമെന്റിന് പോകാനും സാധിക്കില്ല. കാരണം ശ്രീ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു എത്തിക്കൽ ബേർഡൻ ഉണ്ട്, ഈ പറയുന്ന ധാർമ്മികപരമായ ഉത്തരവാദിത്തമുണ്ട്. അവിടെയാണ് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്, ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കേവലം അഡ്മിനിസ്ട്രേറ്റീവും ടെക്നിക്കലുമായ ഒരു ഡിസിഷൻ മാത്രമാണ്. എന്ത്? ആ കാറ്റഗറിക്ക് ഒരു ടാക്സ് ഇംപ്ലിമെന്റേഷൻ നടത്തുക. അത് ബഡ്ജറ്റിലേ നടത്താൻ പറ്റുകയുള്ളതേ. ഈ ബഡ്ജറ്റിലാണ് നടത്തിയില്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മാത്രം സ്പെഷ്യലായ ഒരു എത്തിക്കൽ ബേർഡൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായി അറിയാവുന്ന ആരാണ്? ആ മുന്നണിയെ നയിച്ച നേതാവ് എന്നുള്ളത് വി ഡി സതീശനല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് എത്തിക്കൽ ബേർഡൻ വെച്ച് ആ പണിക്ക് പോകേണ്ട കാര്യം എന്താ? വസന്ത്, ഇതിലെ PM ശ്രീയുടെ കാര്യത്തിൽ ഞങ്ങൾ പിൻവലിക്കാൻ വേണ്ടി ഒപ്പിട്ടു എന്ന് പറഞ്ഞ പോലെയല്ലേ ശ്രീ ഹാഷ്മി? അല്ലല്ലോ ശ്രീ ഹാഷ്മി, വളരെ കൃത്യമായി ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്ത്? അതൊരു ടെക്നിക്കൽ ഡിസിഷൻ മാത്രമാണ്, അത് ചെയ്തേ പറ്റൂ. കാരണം അത് ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ തീരുമാനിക്കണം എത്ര ശതമാനമാണ് നമ്മൾ അതിൽ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് തീരുമാനിച്ചു. ഇനി വരാനിരിക്കുന്നത് സർക്കാരിന്റെ അബ്കാരി പോളിസിയാണ്. ആ അബ്കാരി പോളിസി വരുമ്പോൾ സ്വാഭാവികമായും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കും, പ്രതിപക്ഷത്തെ കേൾക്കും. ഇതുമായി ബന്ധപ്പെട്ട UDF-ന്റെയും കോൺഗ്രസിന്റെ തീരുമാനം ചർച്ച ചെയ്യപ്പെടും. അതിനുശേഷമായിരിക്കും ആ അബ്കാരി പോളിസി വരിക. ആ അബ്കാരി പോളിസിയിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണമോ, ഇനി വിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിൽ ഏതൊക്കെ ഉൾപ്പെടും, അത് എവിടെയൊക്കെ വിൽക്കും എന്നുള്ള തീരുമാനമുണ്ട്. ഇനി ഇവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. എന്താ അത്? അവർ പറയുന്നത് സ്ത്രീകളും കുട്ടികളും അവരിത് മദ്യം മേടിച്ച് അങ്ങ് ഉപയോഗിക്കും. സ്ത്രീകൾ മദ്യം ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷന് ഉപയോഗിക്കാമെങ്കിൽ സ്ത്രീക്ക് ഉപയോഗിക്കാം എന്നാണ് എൻ്റെ നിലപാട്. പുരുഷന് മാത്രമായി മദ്യം ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒന്നുമില്ല. പുരുഷന് ഉപയോഗിക്കാവുന്നതെല്ലാം സ്ത്രീക്ക് ഉപയോഗിക്കാം. അത് തന്നെയാണ് ഇക്വാലിറ്റി. ഇനി അത് രണ്ടുപേരും ഉപയോഗിക്കാത്തതാണ് നല്ലത് എന്ന അഭിപ്രായമാണ് എനിക്ക് വ്യക്തിപരമായുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്നത് പ്രശ്നമാണ്. പക്ഷേ ഈ സംസ്ഥാനത്ത് 25 വയസ്സായിരുന്നു നമുക്ക് ഈ പറയുന്ന ബാറിൽ പോയി അല്ലെങ്കിൽ ഈ പറയുന്ന ബെവറേജസ് ഔട്ട്ലെറ്റിൽ പോയി
മദ്യം മേടിക്കാനുണ്ടായിരുന്ന പ്രായം അത് 23 കൊടുത്ത ആരാ ഗോവ? ആരാ? എന്ത് കിട്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചു കൊടുത്തത്? UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ 29 ബാറേ ഉള്ളായിരുന്നു. 800 പേരെ ബാറാക്കി മാറ്റിയത് ആരാ ഗോവ? ഇനി നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും മദ്യം മേടിക്കാൻ പോകുമ്പോൾ 7 മണി വരെ ആയിരുന്നു ബാറിന്റെ ടൈം ലിമിറ്റ്. അത് 10 മണി വരെ ആക്കി കൊടുത്ത് മലക്കെ തുറന്ന് വെച്ചേക്ക് എന്ന് പറഞ്ഞ ആരാ ഗോവ? അതിന് എത്ര രൂപ കിട്ടി നിങ്ങൾക്ക്? അതിന്റെ കൂടെ കണക്ക് പറയണം. അവസാനമായി CRTG റിപ്പോർട്ട് പ്രകാരം 756 കോടി രൂപയാണ് TOT പിരിക്കാനുള്ള ബാർ മുതലാളിമാരിൽ നിന്ന് കഴിഞ്ഞ വർഷം. അത് പിരിക്കാതിരുന്നിട്ട് അവന്മാർക്ക് സുഖസൗകര്യം ഉണ്ടാക്കി കൊടുത്തത്, അവന്മാരുടെ ടാക്സ് സർക്കാർ ഖജനായിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചതിന് എത്ര ശതമാനം കമ്മീഷൻ കിട്ടി നിങ്ങൾക്ക്? മിനിഞ്ഞാന്നത്തെ മനോരമയുടെ ഓക്കെ, അമരൊന്നും പറയല്ലേ, നമ്മുടെ ഖജാനാവിലേക്കുള്ള മുഖ്യ ആസൂത്രകരൊക്കെ അവരമരൊന്നും പറയല്ലേ, അവരമരൊന്നും പറയല്ലേ, നമ്മുടെ ഖജനാവിലേക്കുള്ള ഫണ്ടിന്റെ മുഖ്യ ആൾക്കാർ അവരൊക്കെയാ. പോട്ടെ, നമ്മൾ ബഹുമാനത്തോടുകൂടി കാണണം ശ്രീ വസന്ത്. ഞാൻ അങ്ങനെയൊക്കെ എത്താമേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.